2025 നിലമ്പൂരിൽ കോൺഗ്രസിനും യുഡിഎഫിനും നേട്ടങ്ങളുടെ വർഷമാണ്. സിപിഎമ്മിന് കനത്ത തോൽവിയുടെയും. പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടുകൾക്ക് വിജയിച്ച് ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ ആയതോടെയാണ് 2015 ശേഷം കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് തുടക്കമായത്. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതും രണ്ടാം ഘട്ട സ്ഥലമെടുപ്പിന് തുക വകയിരുത്തിയതും എം.എൽ.എയുടെ ഇടപെടലുകളുടെ ഫലമാണെന്ന് സ്ഥാപിക്കാനും എം.എൽ.എക്കും കോൺഗ്രസിനും ഒരു പരിധിവരെ കഴിയുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനുണ്ടായ തിളക്കമാർന്ന വിജയവും കോൺഗ്രസിനും യുഡിഎഫിനും നേട്ടമായി. നിലമ്പൂർ നഗരസഭ, അമരമ്പലം ഗ്രാമപഞ്ചായത്ത്, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ 4-3 ഭൂരിപക്ഷത്തിനാണ് യുഡിഎഫ് തിരിച്ചുപിടിച്ചത്. ഒപ്പത്തിനൊപ്പമായിരുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ 22-ൽ 17 സീറ്റുകളിൽ വിജയിച്ചാണ് യുഡിഎഫ് ഭരണത്തിലേറിയത്. മൂത്തേടം, കരുളായി, വഴിക്കടവ്, എടക്കര പഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ തുടർഭരണവും ലഭിച്ചു. ചരിത്രത്തിൽ ആദ്യമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ LDF പ്രാതിനിധ്യം ഇല്ലാതാക്കാനും യുഡിഎഫിനായി. ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ സിപിഎമ്മിനെ പിന്തള്ളി കോൺഗ്രസിന് താഴെ 2ാം സ്ഥാനത്തും എത്താനായി. സിപിഎം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2025 അവസാന നാളുകളിൽ പി.വി. അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് യുഡിഎഫ് അസോസിയേറ്റ് അംഗമായതും യുഡിഎഫിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചു. 2016-ൽ ആര്യാടൻ ഷൗക്കത്ത് പി.വി. അൻവറിനോട് പരാജയപ്പെട്ട ശേഷം 2024 അവസാന ഘട്ടത്തിൽ അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെക്കും വരെ യുഡിഎഫിനും കോൺഗ്രസിനും തിരിച്ചടിയുടെ കാലഘട്ടമായിരുന്നു. അൻവർ LDF വിട്ടതോടെ ആര്യാടൻ മുഹമ്മദിന്റെ മണ്ണ് എന്നറിയപ്പെടുന്ന നിലമ്പൂരിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സുവർണ കാലഘട്ടത്തിനുമാണ് 2025 സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും നേതൃത്വം നൽകുകയും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന്റെ നടുക്കം മാറും മുൻപാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും കനത്ത തിരിച്ചടി സിപിഎമ്മിന് നിലമ്പൂരിൽ അടക്കം നേരിട്ടത്.